ചുരുങ്ങിയ വാക്കുകളിൽ ദീർഘഭാഷണങ്ങൾ എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ താമസം? പ്രശ്നം പ്രേമാന്നേ. പെൺകുട്ടിക്ക് ഇവനോട് ഇഷ്ടം അങ്ങ് തോന്നണം. ഇതിപ്പോൾ ഒരു ചീട് പ്രണയ വിഷയമാണല്ലോ. പഴയ സിനിമകളിൽ നിന്ന് ടെക്നിക്കുകൾ അടിച്ചു മാറ്റാം. ഇംഗ്ലീഷ്, കൊറിയൻ, ചൈനീസ്, തായ് സിനിമകളിലാണെങ്കിൽ റേറ്റ് കൂടും. കൂതറ മലയാള സിനിമയിലെ ടെക്നിക്കുകളാണെങ്കിൽ റേറ്റ് കുറയും. ഏത് വേണം? Which do you want? മലയാളം മതി. Poor മലയാളം. ചീറോ ചീറോ ചവൻ. നായികയ്ക്ക് നായകനോട് പ്രേമം തോന്നണം. 80-90 കാലഘട്ടം മലയാള സിനിമ ചീപ്പ് റേറ്റ് ആണ്. മോൾ തന്ത്രം മതി. യെസ് ബോസ്. ഓഫ് കോഴ്സ്. ബോസ്, നായികയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന വില്ലൻ, നായികയെ രക്ഷിക്കാൻ വില്ലനെ നേരിടുന്ന നായകൻ, വില്ലൻ പരാജയപ്പെടുന്നു. അപ്പോൾ നായികയ്ക്ക് നായകനോട് പ്രേമം, ആരാധന. പെൺകുട്ടികളെ വളയ്ക്കാൻ ഒരു കാലത്ത് സജീവമായി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണിത്. ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല ബോസ്. ഗുഡ്, വെരി വെരി ഗുഡ്. പിന്നെ 5000 ആളുടെ പേര്, സ്വഭാവം, തൊഴിൽ, പിന്നെ സഞ്ചരിക്കുന്ന വഴി, കൃത്യം നടത്തേണ്ട ദിവസം ഒക്കെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത് രസീത് വാങ്ങണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അവിടെ നിന്ന് പറയും. എവിടെ? ദാ അവിടെ. നീ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെയും കൊണ്ട് ചന്തമുക്ക് വഴി വരിക. അവിടെ ആലമ്മൂട് വളവിൽ നമ്മുടെ ആളുകൾ ഒരു വെള്ള ഓമിനിയിൽ കാത്തുകിടക്കും. ഓട്ടോക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തുക. എന്നാ പറ്റി? അറിയില്ല, എന്താന്ന് നോക്കട്ടെ. വണ്ടി നമ്പർ K7G666. നമ്മൾ നിയോഗിക്കുന്ന ഒരു വിശ്വസ്തൻ ഈ സമയം നമ്മളുടെ കയ്യിലുള്ള ബാഗോ സഞ്ചോ എന്താണെന്ന് വെച്ചാൽ തട്ടിയെടുത്തോടാൻ ശ്രമിക്കും. ഞാൻ തന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ ഈ വഴി കൂടി വരണ്ടാന്ന്. അതെങ്ങനാ പറഞ്ഞാ കേക്കണ്ടേ? നന്നാക്കാൻ പോലും ഈ ഭാഗത്ത് ആരും കിട്ടുകയല്ല. നാശം പിടിക്കാനായിട്ട് അവനെ തല്ലി തോൽപ്പിക്കുന്നതായി കാണിച്ച ബാഗ് തിരിച്ചെടുത്ത് അവളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുക. ഓക്കേ? എന്തു പറ്റി? അറിയില്ല, വണ്ടി ഓഫായി പോയി. പാസഞ്ചർ ആണോ? പാസഞ്ചർ ആണോന്ന് കിട്ടിപ്പോയി. ഞാൻ തരികയില്ല. ഇന്ന് അവളുടെ മുമ്പിൽ സ്റ്റാർ ആവണം. വേഗം വാടാ. കൊന്നല്ലേ. അവളെ കാണരുത്. ഒളിച്ചിരിക്കുന്നോടാ ആണെന്ന് പറഞ്ഞ് നാണില്ലേ? എടാ, ആണുങ്ങൾ അയച്ചൊരു ധൈര്യമൊക്കെ വേണം. നമ്മുടെ മുമ്പിൽ വെച്ചൊരു പെൺകുട്ടിയുടെ പേഴ്സ് ഒരുത്തൻ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയാ ഒന്ന് സഹായിക്കാൻ പോലും നിൽക്കാതെ പേടിച്ച് ഓട്ടർഷയ്ക്കകത്ത് ഒരു ഒളിച്ചിരിക്കാൻ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നല്ല തണ്ണുതടിയൊക്കെ ഉണ്ടല്ലോടാ. അത് പുറത്ത് മാത്രം പോരാ, മനസ്സിലും വേണം. അല്ല, നാളെ ഏതെങ്കിലും ഒരുത്തിന് എങ്ങനെയാടാ അയാളുടെ മോളെ നിന്നെ പിടിച്ചേൽപ്പിക്കുന്നേ? അത് പിന്നെ മുണ്ട് കീറിപ്പോയപ്പോ അയ്യേ.
അല്ല അയാള് ശില്പേ 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 മരീൻ കോളേജ്. വിളിച്ചോരാ. കുല്ലുടി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിൽ ഇനി ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടിയാണല്ലോ ശീലം. പക്ഷെ അതിനും മെച്ചം ഇതാ അല്ല ആളാണ് ആക്ടിങ് ആക്ടിങ്. അടിപൊളി പീസ് അല്ലേ? അയ്യോ പെങ്ങളെ തരുവോ? അതല്ല കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോന്നോ? പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യാണ്ടായി. അയ്യടാ, ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കണ്ടെന്ന്. ആ അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്തായിപ്പോയി. നന്നായി. ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷനാ എന്റെ പേടി. നട നട ആക്ടിങ് ആക്ടിങ്. വല്ലതും തായോ? അയ്യാ വയ്യേ, വല്ലതും തായേ. മൂക്കില്ല പൈതങ്ങൾക്ക് വല്ലതും താഴെ. അയ്യോ രാഘവന്റെ ബന്ധുക്കൾ ആരാണ്ട് വരുന്നുണ്ട്. അയ്യോ ആ പിച്ചക്കാരാ അയ്യോ ഒരുമാതിരി ചെറ്റവർത്താനം പറയരുതാ. ചെറ്റ കൊണ്ട് പിന്നെ BBC ന്യൂസ് പറയാൻ പറ്റുമോ? പിന്നെ ആരാത്? അയ്യോ അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ, ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്കിൽ കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്ത് കെട്ടി നടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ ഒന്നും വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. ഇവനാ? എവനോ? നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ വടി? പടി പിടിച്ചതാ, മെരിയാൻ വേണ്ടിട്ടാ. അതൊക്കെ പിന്നെ പറയാം, വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ചച്ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി രാഘവ, വന്നു. ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഇവനാണോ? ഈ തണ്ടിയല്ല, പിന്നെ കണ്ടാ നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്. അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? അടിയാശാനെ ഇവര് പിച്ചക്കാരല്ല. കണ്ടു ടീച്ചർ ചട്ടിയെ കണ്ടു. വല്ലപേട്ട നാറി. അയ്യോ, അതല്ല വല്ലപേട്ട നാറിന്ന്. നാരി നിന്റെ അച്ഛൻ. ആ നാറിയല്ല ഈ നാറി. ഓ നാരി എവിടെയാ കിട്ടുവോ? ഓ, എന്റെ വല്ലപേട്ട നാരിയല്ല നാറിന്ന്. പോലീസുകാർ വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അവന്മാരുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ആ
പേടിച്ചോ പേടിച്ചോ അതെന്താ കുളിര് കുറെ ചക്കിയില്ലേ ഇങ്ങോട്ട് മാറിക്കടാ. കുഞ്ഞി പോടാന്ന്. ഇന്നലെ പഞ്ചാബി, മിനിഞ്ഞാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാരാ. അനാവശ്യം പറഞ്ഞോളൂ. ഇടിച്ചില്ല. ലൈസൻസ് എടുക്കടാ. പോലീസിന്റെ ലൈസൻസ് എടുത്തോ? മര്യാദക്കല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിനെ പിരിവെട്ടിക്കും ഞാൻ കേട്ടാ. എടാ പച്ചക്കുതിര. എന്താ? എന്ത്? അയ്യോ 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 എന്നെ നിവർത്തി നിർത്ത്. ഒരു കാര്യം ചോദിക്കാനാ ശ്ശോ. യ്യോ. ചേട്ടൻ പണ്ട് പോലീസിലായിരുന്നാ? എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടി. ഇടിച്ചത് മുതുവത്താണെങ്കിലും കൊണ്ടവന്റെ കൂമ്പിരാ. ഓ, ഇങ്ങോട്ടാ. ഈ വടിയും തിരടാ പാമ്പിനെ കൊല്ലാ. മാറിക്കടാ. ചെല്ല്. ശ്വാസപ്പെടാ. അവന്റെ ഒരു വേഷം കെട്ട്. ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടുമല്ല. ഇനി ഇടിക്കരുത്. ഞാൻ ഒരു നമ്പർ കാണിച്ചു തരാം. പുതിയ നമ്പർ ഓടിക്കോ ഓടിക്കോ. ഇത് നമ്മുടെ നമ്പറാണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. നമ്പർ എന്നാലും തമാശമായി. നിർത്ത. അതാരാടാ വാർപ്പിന്റെ അടിയില്? ചോദിച്ചത് കേട്ടില്ലേ? എവിടുന്നാടാ കഴിവറ മോനെ ഇതെടുത്തോണ്ട് വരുന്നേ? ഇത് തമ്മനത്തെ നാരായണമേനന്റെ മുത്തച്ഛ. ഏണം കേട്ടവനെ. ഈ മംഗലത്തെ മൂപ്പിൽ നായർക്ക് ഇവിടെ ഒരു സദ്യ നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ? ഞാന്. ആഹാ, നാരായണൻകുട്ടി നീയായിരുന്നോ? നിന്നോട് ആരാടാ കഴുതേ ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ അച്ഛ. ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് 100 കണക്കിന് ആളുകളാ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത്. അവർക്ക് ഇത്തിരി പായസം ഉണ്ടാക്കാൻ വേണ്ടി. അച്ഛനെ അച്ഛനെന്നെ വിളിച്ചോ? നീ അതെടുത്ത് വിറ്റു അല്ലടാ? ഏതാ അച്ഛാ? നിന്റെ അമ്മയുടെ നായല്ലേ ഈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ വാർപ്പ്? അതെടുത്ത് വിറ്റോന്ന്. അയ്യോ വിറ്റതല്ല, വേറൊരു സദ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. ഞാൻ ഇപ്പൊ പോയി നിക്ക്. എന്ന് മുതലാടാ മൂപ്പിൽ നായര് കാരണവന്മാരുടെ വാർപ്പും തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത്? അച്ഛനല്ല, ഞങ്ങളാ കൊടുത്തത്. എന്തോരം വലിയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്തു പോകുന്നത്. വല്ലപ്പോഴും അടുപ്പിൽ കയറി ഒന്ന് നല്ലപോലെ ചൂടാകാൻ അതുങ്ങൾക്കും ഉണ്ടാവില്ല അച്ഛാ മോഹം. ഈ കിണ്ടിക്കും തളിയയ്ക്കും ഒക്കെ മോഹങ്ങളുണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടന്റെ മക്കളൊന്നും അല്ലല്ലോ. അതേടാ, അച്ഛൻ ഉണ്ടാക്കി എന്തിനെ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത്. വാടകയ്ക്കല്ല അച്ഛാ കൊടുത്തത്. സദ്യ കഴിഞ്ഞാൽ അതല്ല ഇപ്പൊ എത്തും. വാടകയ്ക്കാ കൊടുത്തത് അച്ഛാ. ഒരു ദിവസത്തേക്ക് 500 രൂപ. ചേട്ടൻ കള്ളത്തരം പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തരം പറയാൻ എന്നെ കിട്ടില്ല. ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ? വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ വാടകയ്ക്ക് കൊടുത്താൽ മതി നീ അല്ലേ പറഞ്ഞത്? അച്ഛൻ അറിയാതെ 34,000 രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഒരു കാര്യം എനിക്ക് തരാൻ വന്നില്ല. ഒരു കാല് തരാൻ. ഒരു കാല് തരാൻ. എന്തോ കാണിക്കട്ടെ. അപസ്മാരാണല്ലോ പഠിച്ചത്. എന്താണ് ഇരുമ്പ് ദശ വിട്ടുവരാൻ? അപസ്മാരം തന്റെ വാപ്പിച്ച താക്കോൽ കൈ കൊടുക്കുന്നേ അല്ല. താക്കോൽ പിടിക്കാൻ കൊടുത്തതിന്റെ ഗുണമായി കാണിക്കണേ. ദിവസം 4 തവണ കാല് പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായിന്നാ വിചാരം. മക്കളാണോ മരുമക്കളാണോ എന്ന് ഞാൻ നോക്കൂല. നാറി തുടങ്ങിയാൽ സകലതും പഠിച്ചു കൊടുത്ത. അത് ശരി. അപ്പൊ മക്കൾ അച്ഛന്റെ കാല് പിടിക്കായിരുന്നില്ലേ? മുത്തച്ഛന്റെ മായക്കുട്ടി വിമാനത്തിലും വന്നിട്ടില്ല, തീവണ്ടിയിലും വന്നിട്ടില്ല, ബസ്സിലും വന്നിട്ടില്ല. ഞാൻ സകല സ്ഥലത്തും തപ്പി. മുത്തച്ഛ ബോംബെയിൽ അവളുടെ അഡ്രസ് തരൂ. അവൾക്ക് അവിടെ എന്താ ഇത്ര വലിയ തിരക്കെന്ന് എനിക്കൊന്നറിയാലോ. വേണ്ട വേണ്ട തരണ്ട. ഞാൻ അവൾക്ക് കത്തെഴുതുന്നു പേടിച്ചിട്ടല്ലേ എനിക്ക് അഡ്രസ് തരാത്തത്. ചോദിച്ച അവളും തരികയല്ല. എന്താ ഇത്? ഇങ്ങോട്ട് വന്നേ. ആവേശം മൂത്ത് വല്ലതും പറഞ്ഞാൽ നിന്റെ ഈ സകല ഗ്ലാബറോടും കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരണക്കുറ്റി അച്ഛൻ അടിച്ചു പൊട്ടിക്കും. ചവന്നേ, എന്തെങ്കിലും മായയെ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളവണം പോയാ? ഒരിക്കലും കളയരുത്. ഇത്രയും പുരുഷത്വം വെച്ചൊരു അഡ്രസ് വേണ്ടി ചീപ്പാവേ. വിട്ടുകള ശിവൻകുട്ടി. ഇതങ്ങനെ വിടാൻ പറ്റില്ല. മായ എന്റെ ജീവനാ. നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനൊന്ന് കണ്ണടയ്ക്കാൻ. അത് നീ മറക്കരുത്. അച്ഛന്റെ കണ്ണടപ്പിക്കുന്നവരെ ഞാനേറ്റ് പോരെ. വാടക 400 ഉണ്ട്. വാടകയില് പകുതി ഇങ്ങക്കും പകുതി അമ്മക്കും.
ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് സ്ഥലത്തിലെ കുട്ടികളും കെട്ടിയുള്ള ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. അതെ, അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടി വാങ്ങാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അത് നമുക്ക് ഷെയർ ചെയ്യാലോ. അളിയാ, എന്റെ ഷെയർ ഇവിടെ. ആ ഇതാ, ഏട്ടൻ അളിയനും 100 പിടി. എന്റെ 100 കഴിച്ച് വേറൊരു 100 എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് 3 ആക്കി മുറിച്ച് 33 രൂപ 33 പൈസ ഇനി അങ്ങോട്ട് വരും. എന്താ പോരെ? പോരാ, എന്നാലും 1 പൈസ ബാക്കി വരും. വന്നോട്ടെ. അത് അളിയന്റെ 16 അടിയന്തരത്തിന് ഞാൻ ഭഗവതിക്ക് നേർച്ച കിട്ടുന്നുണ്ട്. എന്തേ ഏട്ടൻ എന്ത് പറ്റി? അച്ഛനെ പറ്റിച്ച് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക? അച്ഛന്റെ സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം, അല്ലാതെ എന്താ ചെയ്യാ? തന്തയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ തല്ല് കിട്ടി എന്റെ പുറമൊന്ന് നോക്കിയേ. വേണം പിന്നെ കാണാം. ഇളയ പെങ്ങള് ചിന്നമ്മ മരിച്ച പിന്നെ അച്ഛൻ ഇങ്ങനെ കണ്ണിച്ചോടയില്ലാതായത്. ചിന്നമ്മൂന്റെ മകള് മായോടാ അച്ഛൻ എല്ലാരേക്കാളും ഇഷ്ടം. അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവും. അളിയാ, സദ്യ വിളമ്പറായി, അവിടെ ആരുമില്ല. ഡോ തനിക്ക് മറ്റേതാണ്ടേ? അതല്ലടോ എന്റെ പുറം. അത് വേണ്ട, പിന്നെ കാണാം.